ഹലോ ഗായ്സ്, എല്ലാവർക്കും ഷൈഷാൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കാരക്കച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ കാരക്കച്ചാറിൻ്റെ അടിപൊളി റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി, അച്ചാർ പൊടി, കാശ്മീരി പൊടി, തിളപ്പിച്ചാറ്റിയ വെള്ളം, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, എന്താ പറയുക, കായം, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, സുർക്ക, പിന്നെ നമ്മുടെ എള്ളെണ്ണ പവൻ എന്ന ബ്രാൻഡിൻ്റെതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മളെ കയ്യിലുള്ള എള്ളെണ്ണ യൂസ് ചെയ്യാം. പിന്നെ ഉലുവൊക്കെ നമ്മൾ അച്ചാറിലോട്ട് ഇപ്പോൾ ഇത് 2 കിലോ കാരക്ക ഉണ്ട്. 2 കിലോ കാരക്ക ഇടാനുള്ള റെസിപ്പി ആട്ടോ അത്. പിന്നെ നമ്മുടെ കടുക്, ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓണാക്കി പിന്നെ നമ്മൾ അതിൽ ഉരുളി വെച്ച് ഉരുളി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ എണ്ണ പാർന്ന് കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിടണം. എന്നിട്ട് വേണം നമ്മൾ അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കടുക് പൊട്ടുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ കടുക് ഇത് ഞങ്ങൾ ഫ്രഷ് നമ്മൾ കടയിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ കുരുല്ലാത്ത എന്താ പറയുക കാരക്ക വാങ്ങാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവയും കടുകും നന്നായി പൊട്ടി വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടപ്പോൾ തന്നെ നല്ല പൊട്ടിത്തെറിച്ചിട്ടോ. അതായത് അതിൽ കുരു ഉണ്ടായിനി. അപ്പോൾ ആ കുരു ഇടയ്ക്കൊന്ന് പൊട്ടിത്തെറിച്ച് പോയി. പിന്നെ നമ്മൾ അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടിത് ഒരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് മാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യും വേണം. അപ്പോൾ അത് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമ്മൾ അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചി ഒക്കെ ഒന്ന് ഒരു സ്ലൈസ് പോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട പോലെ അരിയാൻ കണ്ടോ. നമ്മളിതാ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് കരിവേപ്പിൻ്റെ ഇലയും നമ്മൾ കട്ട് ചെയ്തെടുത്തത് തന്നെയാണ്. എല്ലാ അച്ചാറിലോട്ടും നമ്മൾ കട്ട് ചെയ്ത കരിവേപ്പിൻ്റെ ഇല തന്നെയാണ് എടുക്കൽ. അപ്പോൾ ആ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആൻഡ് ഈ വെളുത്തുള്ളിയുടെ നിറം ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറുന്ന വരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് കണ്ടോ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയണം. അപ്പോൾ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക. കാരണം പൊടികൾ കരിഞ്ഞു പോയി അച്ചാർ കരിഞ്ഞു പോകും. ആദ്യം തന്നെ നമ്മൾ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ചാർ പൊടി ഇട്ട് ഒന്നൊന്ന് ഇളക്കുന്നുണ്ട്. കാരണം ആ പൊടി കട്ട കുത്തരുത്, അതിന് വേണ്ടിയാണ് നമ്മൾ ഇളക്കി കൊടുത്തത്. പിന്നെ നമ്മൾ നമ്മുടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2.5 സ്പൂൺ മുളക് പൊടി മാത്രമാണ് എടുത്തത്. കാരണം ഞങ്ങൾ ഇതിലോട്ട് ഉണ്ടമുളകാണ് ഇട്ട് കൊടുത്തത്. അപ്പം അതിനുള്ള എരിവും മതി. ഉണ്ടമുളകിന് അത്യാവശ്യത്തിന് എരിവ് കാണുമല്ലോ. പിന്നെ നമ്മൾ കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുന്ന അച്ചാറിന് നല്ല റെഡ് കളറ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. കാശ്മീരി പൊടി ഇട്ടതിന് ശേഷം നമ്മൾ 2.5 സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ അളന്നെടുത്ത് വെച്ചതാണ്. എനിക്ക് വലിയ അളവ് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഉപ്പ് ഇപ്പം നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി റെസിപ്പിയാണ്. പിന്നെ ഇതിലോട്ട് ഞങ്ങൾ ശർക്കര ഉരുക്കിയതല്ല പാരുന്നത്. നമ്മുടെ ശർക്കര ജാഗരി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നാട്ടിച്ചക്കര കേട്ടോ. അന്ന് ഊട്ടി പോയപ്പോൾ ആൻറ്റി തന്നു വിട്ടതാണ്. നാട്ടിച്ചക്കര ഭയങ്കര പൊടി രൂപത്തിലാണ്, ഒരു കട്ട പോലും ഇല്ല, ഫുള്ള് ഗ്രൈൻഡ്, നല്ല പൊടിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. ഇന്ന് ഉരുക്കിയ ശർക്കര അല്ല പാരുന്നത്. ഇതിൻ്റെ പേര് നാട്ടിച്ചക്കര ആണ് കേട്ടോ. അപ്പോൾ അത് ഇതിന് ശേഷം നമ്മൾ അതിലോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി സുർക്ക പാർന്ന് വെച്ച കാരക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 2 കിലോ കാരക്ക ഉണ്ട്. അതിനുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ അത് കാരക്ക ഫുള്ള് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ നമ്മൾ ഫുള്ള് കാരക്ക ഇട്ട് കൊടുത്തു. ഇനി ഇത് ആ ഒരു മസാല ഈ ഒരു കാരക്കയിൽ നമ്മൾ പിടിപ്പിച്ചെടുക്കണം. പിടിപ്പിച്ചെടുക്കും വരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കുക. അങ്ങനെ ഈ മസാല അതിലൊന്ന് പിടിച്ച് വന്ന് നമ്മൾ അതിലോട്ട് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളമില്ലേ, ആ വെള്ളം ഇതിലോട്ട് പാർന്ന് കൊടുക്കുക. തണുത്ത വെള്ളം എടുക്കരുത്, തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് കണ്ടോ, ഇപ്പം നല്ല നിറം തോന്നില്ല, ഇത് നമ്മളെ കാശ്മീരി പൊടി ഇട്ടതിൻ്റെ നിറമാണ്. പിന്നെ നമ്മൾ നമ്മുടെ സുർക്ക ഒഴിച്ച് കൊടുക്കുകയാണ്. സുർക്ക അച്ചാറിലോട്ട് വേണം, എന്നാലല്ലേ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ കണ്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സുർക്ക പാർന്ന് കൊടുത്തു. നിങ്ങൾ എത്ര അച്ചാറാണ് ഉണ്ടാക്കുന്നത് അത്ര മാത്രം മതി സുർക്കയൊക്കെ. പിന്നെ നമ്മൾ നാട്ടിച്ചക്കര
ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മളെ നാട്ടിൽ കിട്ടാനുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരണ്ട്. അപ്പോൾ നാട്ടിച്ചക്കര ഇട്ടു. എന്നിട്ട് നന്നായി ഇളക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കുക. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. കായപ്പൊടിയൊക്കെ നമ്മുടെ അച്ചാറിലോട്ട് അത്യാവശ്യത്തിന് വേണം. അപ്പോൾ തന്നെ നമ്മൾ അച്ചാർ ഏകദേശം റെഡിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലോട്ട് ഇനി എന്തെങ്കിലും വേണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകമാണോ, മധുരം പാകമാണോ, ഇനി വേണോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കും. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ എൻ്റെ അനിയൻ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ട്, അനിയൻ എന്ന് വെച്ചാൽ നമ്മുടെ ഷാനു ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ട്. അപ്പോൾ അതാ അവന് മറ്റിലിമ്മച്ചി കയ്യിൽ വെച്ച് കൊടുത്താണ്. കാരക്ക വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാ അവനോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു അടിപൊളി കാരക്ക വേറെ ഏതെങ്കിലും അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ, സീ യു ടുമാറോ.